Cheers for Jesus! അപ്പ ഈശോയുടെ കുരിശിനെ നമ്മൾ എന്തിനാ റെസ്പെക്ട് ചെയ്യുന്നത്? അത് മോനെ, ഈശോയുടെ കുരിശിന് ഒരു വലിയ ചരിത്രമുണ്ട്. ശാപത്തിന്റെ അടയാളമായിരുന്നു കുരിശ്. എന്നാൽ ഈശോ കുരിശിൽ മരിച്ചതോടുകൂടി കുരിശ് രക്ഷയുടെ വിജയത്തിന്റെ അടയാളമായി മാറി. ഈശോയുടെ മരണശേഷം കുരിശ് നാട്ടിയ സ്ഥലവും ഈശോയെ സംസ്കരിച്ച സ്ഥലവും ആദ്യകാലങ്ങളിൽ തന്നെ റോമൻ അധികാരികൾ കല്ലും മണ്ണും മാലിന്യവും ഉപയോഗിച്ച് മറച്ചിരുന്നു. യേശുവിനെ കുരിശിൽ തറച്ച കാൽവരി മലയും സംസ്കരിച്ച കല്ലറയും ഉൾപ്പെടുന്ന പ്രദേശത്ത് AD 135 ഹെദ്രിയൻ ചക്രവർത്തി വീനസ് ദേവതയുടെയും ജൂപ്പിറ്റർ ദേവന്റെയും 2 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. കാലങ്ങൾ കടന്നുപോയി. ഒടുവിൽ AD 326 ഈശോയുടെ കുരിശന്വേഷിച്ചെത്തിയത് റോമാ സാമ്രാജ്യത്തിന്റെ അധിപൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞിയായിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അനുവാദപ്രകാരം ഹെലന രാജ്ഞി ജെറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. ഇരു ക്ഷേത്രങ്ങളും പൊളിച്ച് പരിശോധിച്ച രാജ്ഞി ഒടുവിൽ മാലിന്യ കൂമ്പാരത്തിൽ എറിയപ്പെട്ട കുറെ കുരിശുകൾ കണ്ടെത്തി. ഇതിൽ ക്രിസ്തുവിന്റെ കുരിശ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ രാജ്ഞി ക്രിസ്തുവിന്റെ കുരിശിന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുണ്ടെന്നും വിശ്വസിച്ചു. അങ്ങനെ മാറാരോഗിയും ആസന്ന മരണയുമായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പല കുരിശുകളിൽ മുട്ടിച്ച് പ്രാർത്ഥിപ്പിക്കുകയും ഒടുവിൽ ക്രിസ്തുവിന്റെ കുരിശിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം കിട്ടി അവൾ ചാടി എഴുന്നേറ്റെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അന്നു മുതലാണ് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്.